പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വചനദീപ്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ശ്രവിക്കുന്ന എല്ലാവരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കൂടുതൽ ശാന്തിയും സമാധാനവും ഐശ്വര്യവും കൊണ്ട് അഭിഷേകം ചെയ്യുമാറാകട്ടെ. നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് കർത്താവ് നൽകിയിരിക്കുന്ന സന്തോഷത്തെക്കുറിച്ചും എന്നാൽ അതിന് ഓപ്പോസിറ്റായി ദുഃഖിക്കുന്ന ചിന്തയെക്കുറിച്ചുമാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കാൻ പോകുന്നത്. വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുവിൻ. വീണ്ടും പൗലോസ്ലീഹ വളരെ സ്നേഹത്തോടെ പറയാണ്, നിങ്ങൾ സന്തോഷിക്കുവിൻ. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് മനസ്സിലാകുന്ന ഒരു സത്യം, ഇന്ന് സന്തോഷമുള്ള ഒരു ജനതയെ, തലമുറയെ നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. കാരണം ഈ ലോകത്തിലേക്ക് ഉറ്റുനോക്കിയിട്ട് ഈ ലോകത്തിൻ്റെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ആവശ്യങ്ങളും തിരക്കി അതിൻ്റെ പിന്നാലെ പോകുമ്പോൾ കർത്താവിങ്കിലേക്ക് നോക്കുവാൻ സാധിക്കാതെ, കർത്താവിൻ്റെ സന്തോഷം അനുഭവിക്കാൻ സാധിക്കാതെ ഈ ഭൂമിയിൽ നമ്മൾ ദുഃഖിതരായി മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പൗലോസ്ലീഹ വളരെ മനോഹരമായിട്ട് പറയുകയാണ്, നിങ്ങൾ സന്തോഷിക്കുവിൻ, കർത്താവിൽ സന്തോഷിക്കുവിൻ. നമുക്ക് കർത്താവിൽ സന്തോഷിക്കാം. കാരണം അവിടുന്നാണ് നമ്മളെ വീണ്ടെടുത്തത്, അവിടുന്നാണ് നമ്മളെ രക്ഷിച്ചത്. ഈ ബോധ്യമുണ്ടായാൽ സകല പ്രതിസന്ധികളുടെയും നടുവിൽ നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്തി സന്തോഷിക്കുവാനായിട്ട് സാധിക്കും. കൂടുതൽ സന്തോഷിക്കുന്ന മനുഷ്യരിലേക്ക് ആനന്ദം കടന്നു വരുമെന്നാണ് പറയുന്നത്. സങ്കീർത്തനം 118:24. ഇന്ന് കർത്താവ് ഒരുക്കിയ ദിവസമാണ്, നമുക്ക് സന്തോഷിച്ച് ആനന്ദിക്കാമെന്നാണ് പറയുന്നത്. സന്തോഷിക്കുന്ന ഒരു വ്യക്തിയിൽ ആനന്ദം കടന്നു വരുമെന്ന് വചനം വളരെ മനോഹരമായിട്ട് പറയുകയാണ്. എന്നാൽ മനുഷ്യരായ നമ്മൾ പുറകിലേക്ക് നടക്കുന്നത് കൊണ്ട് നമ്മളുടെ ഭാരങ്ങളും ദുഃഖങ്ങളും എല്ലാം ഇപ്പോഴും കർത്താവിന് കൊടുക്കാതെ വഹിച്ചുകൊണ്ട് നടക്കുന്നത് കൊണ്ട് നമുക്ക് സന്തോഷിക്കാൻ സാധിക്കുന്നില്ല. സുഭാഷിതങ്ങളുടെ പുസ്തകം 17-ാം അധ്യായം 22 അത് ഇങ്ങനെയാണ് പറയുന്നത്, സന്തുഷ്ടമായ ഹൃദയം ആരോഗ്യദായകമാണ്, തളർന്ന മനസ്സ് ആരോഗ്യം കെടുത്തിക്കളയും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സന്തുഷ്ടമായ ഹൃദയം ആരോഗ്യദായകമാണ്, തളർന്ന മനസ്സ് ആരോഗ്യം കെടുത്തിക്കളയും എന്ന് പറഞ്ഞാൽ ഇന്ന് പലപ്പോഴും നമുക്ക് രാവിലെ എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല. കാരണം എന്താണ്? നമ്മൾ തലേന്ന് വഹിച്ചു കൊണ്ടിരുന്ന ദുഃഖത്തിൻ്റെ ഭാരമാണ്. അത് ശരീരത്തിൽ അനുഭവിക്കുവാനായിട്ട് സാധിക്കും. മനസ്സ് പറയുന്നതാണ് ശരീരം കേൾക്കുന്നത്. പലരും പറയാറുണ്ട്, രാവിലെ എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. രാവിലെ എഴുന്നേൽക്കാനായിട്ട് ശ്രമിക്കും, പക്ഷെ തിരിഞ്ഞു കിടക്കും. കുറച്ചുകൂടെ കഴിയട്ടെ എഴുന്നേൽക്കണമെന്നുണ്ട്, പക്ഷേ എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. എന്താണ്? മനസ്സിൻ്റെ ഭാരം അത് നിൻ്റെ ആരോഗ്യത്തെ ക്ഷയിപ്പിച്ച് കളയും. സുഭാഷിതം 18:14, ഉന്മേഷമുള്ള മനസ്സ് രോഗം സഹിക്കുന്നു. ഇന്ന് പലർക്കും വേദന സഹിക്കാനാകുന്നില്ല, രോഗം സഹിക്കാനാകുന്നില്ല. കാരണം ഉന്മേഷമുള്ള മനസ്സില്ല. എന്നെ ഒന്നിനും കൊള്ളില്ല, ഞാൻ രോഗിയായിപ്പോയി. പ്രിയ സഹോദരങ്ങളെ, ഈ മേഖലകളിൽ, ഈ ചിന്തകളിൽ കർത്താവിനെ വിളിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇപ്പം നമുക്ക് തീരുമാനിക്കാം, എൻ്റെ ഈ വേദനയിൽ കർത്താവിനെ വിളിക്കും, ഞാൻ ഉന്മേഷമുള്ളവനായി മാറും, ഉണർവുള്ളവനായി മാറും. കാരണം വചനം പറയുന്നുണ്ടല്ലോ, തളർന്നവനെ അവിടുന്ന് താങ്ങുകയും ദുർബലനെ അവിടുന്ന് ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. എബ്രായർ 12:12, ആയതിനാൽ തളർന്ന കൈകളും ബലമില്ലാത്ത കാൽമുട്ടുകളും ബലപ്പെടുത്തുവിൻ, സന്ധി വിട്ടിളകിപ്പോയ പാദങ്ങൾ നേർവഴിക്കാക്കുവിൻ. പ്രിയ സഹോദരങ്ങളെ, ഉന്മേഷം കെടുമ്പോഴെല്ലാം അറിഞ്ഞുകൊള്ളണം, നീ കർത്താവിനെ വിളിച്ചപേക്ഷിക്കണം. തളർന്ന മനസ്സിനെ ആർക്ക് താങ്ങാൻ സാധിക്കുമെന്നാണ് വചനം പറയുന്നത്. തളർന്ന മനസ്സിനെ ആർക്ക് താങ്ങാൻ സാധിക്കും? ഹല്ലേലൂയാ. ആയതിനാൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, മനസ്സൊരു കാരണവശാലും തളർത്തിക്കളയരുത്.
നിനക്കൊരു പക്ഷേ 1000-ൽ ഒരാൾക്ക് വരുന്ന അസുഖമായിരിക്കാം. നിനക്കൊരു പക്ഷേ മനുഷ്യരുടെ മുമ്പിൽ ചെന്ന് പെടാൻ പറ്റാത്ത അസുഖമായിരിക്കാം. പക്ഷേ നിൻ്റെ മനസ്സ് ഒരിക്കലും തളർത്തിക്കളയരുത്. കാരണം ഇത് തന്നവന് തന്നെ നിന്നെ രക്ഷിക്കാൻ സാധിക്കും. നീ കർത്താവിങ്കലേക്ക് നോക്കണം. സങ്കീർത്തനം 121 പറയുന്നത് പോലെ, പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ആ കർത്താവിങ്കലേക്ക് നോക്കണം പ്രിയ സഹോദരങ്ങളെ. അപ്പോഴാണ് ആ ശക്തി നമ്മളിലേക്ക് വരുന്നത്. തളർന്ന മനസ്സിനെ ബലപ്പെടുത്താൻ കർത്താവിനല്ലാതെ മറ്റാർക്കും സാധിക്കുകയില്ല. ആയതിനാൽ നീ രോഗിയായിപ്പോയി വിചാരിച്ച് കിടക്കരുത്. സുഖപ്പെടണമെന്ന് ആഗ്രഹിച്ച് കിടക്കണം. 38 വർഷം കുളക്കടവിൽ കിടന്ന ഒരു മനുഷ്യനുണ്ട്. അവൻ പരാതികളും പരിവട്ടങ്ങളും പറഞ്ഞെങ്കിലും അവൻ അറിയാമായിരുന്നു രക്ഷ പ്രാപിക്കുമെന്ന്. അവൻ തൻ്റെ പ്രതീക്ഷ നഷ്ടപ്പെടുത്തിയില്ല. യേശു ജനിക്കുന്നതിന് മുമ്പ് ഈ കുളക്കടവിൽ കിടന്ന മനുഷ്യനാണ്. തൻ്റെ പരസ്യ ജീവിതകാലത്ത് യേശു ആ മനുഷ്യനെ സുഖപ്പെടുത്തിയെങ്കിൽ നിന്റെ രോഗം മാറില്ല എന്ന് ഒരുപക്ഷെ ഡോക്ടർ പറയാം. നിന്നെ ഇനി ഒന്നിനും കൊള്ളില്ല എന്ന് വീട്ടുകാർ പറയാം, നിന്റെ കൂട്ടുകാർ പറയാം. പക്ഷേ ഉന്മേഷം കെടുത്തിക്കളയരുത്. കർത്താവിന് നിന്നെ ആവശ്യമുണ്ട്. കർത്താവ് നിന്നെ സുഖപ്പെടുത്തും. കർത്താവ് നിന്നെ ശക്തിപ്പെടുത്തും. അതുകൊണ്ട് നീ പുറകിലേക്ക് നടക്കരുത്. അന്ന് എനിക്ക് അങ്ങനെ സംഭവിച്ചത് കൊണ്ടാണ് ഇന്ന് ഞാൻ ഇങ്ങനെ ആയതെന്ന് വിചാരിച്ച് കിടക്കാൻ പാടില്ല. നിന്നെ കർത്താവ് സുഖപ്പെടുത്തും. നിന്നെ കർത്താവ് ശക്തിപ്പെടുത്തും. നിന്റെ ഏത് ജീവിത സാഹചര്യത്തിലും കർത്താവ് നിന്റെ ഒപ്പമുണ്ട്. ഹല്ലേലൂയ. സുഭാഷിതങ്ങളുടെ പുസ്തകം 12-ാം അധ്യായം 25-ാം വാക്യം, ഉത്കണ്ഠ ഒരുവൻ്റെ ഹൃദയത്തെ നിരുന്മേഷരാക്കും, നല്ല വാക്ക് അവനെ ഉത്തേജിപ്പിക്കും. ഹല്ലേലൂയ. ഉത്കണ്ഠ അകാല വാർദ്ധക്യത്തിലേക്ക് വരുമെന്ന്. ഉത്കണ്ഠ നിന്റെ ഉന്മേഷം കെടുത്തിക്കളയുമെന്ന്. ഹല്ലേലൂയ. അതുകൊണ്ട് ഉത്കണ്ഠപ്പെടരുത്, ദുഃഖിച്ചിരിക്കരുത്. പെട്ടെന്ന് നീ പ്രായം കൂടിയതായിട്ട് മാറും. നിന്റെ ശരീരത്തിന് പ്രസന്നതയോടെ പ്രസരിപ്പോടെ ശുശ്രൂഷ ചെയ്യാൻ, അല്ലെങ്കിൽ നിനക്ക് മറ്റ് പ്രവൃത്തികൾ ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നീ എപ്പോഴും ഉന്മേഷമുള്ളവനായിരിക്കണം. ഉത്കണ്ഠ മാറ്റിക്കളയണം. ഉത്കണ്ഠ എന്താണ്? കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുന്നതാണ് ഉത്കണ്ഠ. കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് വേദനിക്കുന്നതാണ് ഉത്കണ്ഠ. ആയതിനാൽ പ്രിയ സഹോദരങ്ങളെ, നിന്റെ ജീവിതത്തിൽ നിന്നും പഴയ വേദനകളെ എടുത്തു മാറ്റി ഒരു പുത്തൻ ഉണർവിലേക്ക് തിരികെ വരിക. കർത്താവ് നിന്റെ കരങ്ങളിൽ പിടിച്ചിട്ടുണ്ട്. നീ എഴുന്നേൽക്കുക. നീ രോഗിയാണോ? ഇപ്പോൾ എഴുന്നേൽക്കുക. നീ ദുഃഖം വഹിച്ചുകൊണ്ടിരിക്കുന്നവനാണോ? നിന്റെ ദുഃഖം എടുത്തു മാറ്റുക. വീണ്ടും പറയുകയാണ്, പ്രഭാഷകന്റെ പുസ്തകം 30-ാം അധ്യായം അതിൻ്റെ 22-23 വാക്യങ്ങൾ, ഹൃദയാനന്ദം ഒരുവൻ്റെ ജീവനും സന്തോഷം അവൻ്റെ ആയുസ്സുമാണെന്ന്. ഹൃദയാനന്ദം ഒരുവൻ്റെ ജീവനും സന്തോഷം അവൻ്റെ ആയുസ്സുമാണെന്ന്. പ്രിയ സഹോദരങ്ങളെ, കർത്താവിൽ ആനന്ദിക്കണം. നിന്റെ പ്രതിസന്ധികളെല്ലാം കർത്താവിന് കൊടുക്കണം. നിന്റെ ആഗ്രഹങ്ങൾ അവൻ ഫലമണിയിക്കും. നിന്റെ ആയുസ് നീട്ടിത്തരും. നിന്റെ ജീവിതം കർത്താവിന് ഫലമേൽപ്പിച്ചാൽ കർത്താവ് നിന്നെ വഹിച്ചുകൊണ്ട് നടക്കും. അവൻ എളിയിലെടുത്ത് ലാളിക്കുമെന്നാണ് പറയുന്നത്. എളിയിലിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ കാതിരിക്കുന്നത് ഹൃദയത്തോട് ചേർന്നാണ്. അപ്പോൾ കർത്താവിൻ്റെ ഹൃദയത്തോട് ചേർന്നിരിക്കാൻ സാധിക്കും നീ അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് സന്തോഷത്തോടെ ആയാൽ. നീ ദുഃഖിച്ചാൽ, വചനം ഇങ്ങനെയാണ് പറയുന്നത്, ദുഃഖം മരണത്തിൽ കലാശിക്കും, ഹൃദയവേദന ശക്തി കെടുത്തി കളയും. ദുഃഖം മരണത്തിൽ കലാശിക്കും, ഹൃദയവേദന ശക്തി കെടുത്തി കളയും. പ്രിയ സഹോദരങ്ങളെ, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കേണ്ട.
മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കേണ്ട, നീ ദുഃഖിച്ചാൽ മരിക്കുമെന്ന് വചനം വളരെ വ്യക്തമായും പഠിപ്പിക്കുന്നു. ദുഃഖം മരണത്തിൽ കലാശിക്കും, ഹൃദയവേദന ശക്തി കെടുത്തി കളയും. ഒന്ന് ചിന്തിക്കുക, ഞാൻ ജീവിക്കുകയാണോ മരിക്കുകയാണോ? ആയതിനാൽ വചനം പറയാണ്, ദുഃഖമകറ്റി ആത്മാവിനെ സന്തോഷിപ്പിക്കുകയും ഹൃദയത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്യുക. ദുഃഖം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്, അത് നിഷ്പ്രയോജനമാണ്. ദുഃഖം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്, അത് നിഷ്പ്രയോജനമാണ്. പ്രിയ സഹോദരങ്ങളെ, ദുഃഖിക്കുന്നത് വെറുതെയാണ്. നമ്മൾ വിചാരിക്കുന്ന കാര്യം എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? നമ്മൾ ചിന്തിക്കുന്ന കാര്യം എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? ചിലതൊക്കെ തട്ടി ചിലപ്പോൾ നടന്നേക്കാം. പക്ഷേ ദുഃഖിച്ചിരുന്നു കൊണ്ട് എന്ത് ചിന്തിച്ചാലും അത് നടക്കില്ല. കാരണം കർത്താവല്ല നിന്റെ കൂടെ. തിരിച്ചറിയുക. ആയതിനാൽ പ്രിയ സഹോദരങ്ങളെ, നീ കർത്താവിൽ ആശ്രയിച്ചു കൊണ്ട് അവിടുത്തെ സന്തോഷം സ്വീകരിച്ചു കൊണ്ട് അവൻ്റെ പിന്നാലെ പോവുക. നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും അവൻ വഹിച്ചുകൊള്ളും. കർത്താവ് പറയുന്നുണ്ടല്ലോ, നിന്റെ ഭാരം എന്നെ ഏൽപ്പിക്കുക, അപ്പോൾ നിനക്ക് മനസ്സിലാകും ഞാൻ ആരാണെന്ന്. ജീവിതത്തിൽ ഇത്രയും കാലം കർത്താവിനെ ഒരു പക്ഷേ ഏൽപ്പിക്കാത്തതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പരാജയത്തിന് കാരണം. നമ്മുടെ ജീവിതത്തിൻ്റെ ഉയർച്ച കെടുത്തിക്കളഞ്ഞതിൻ്റെ കാരണം നമ്മൾ പഴയ കാലങ്ങളിൽ എന്നതുപോലെ ആ സഹനവും കൊണ്ട് നടക്കുന്നത് കൊണ്ട്. അതുകൊണ്ട് കർത്താവിൽ ആശ്രയിച്ച് നമുക്ക് അവനോട് ചേർന്ന് നിന്നുകൊണ്ട് ജീവിത സാഹചര്യങ്ങളെ മാറ്റുവാൻ തീരുമാനിക്കാം. പലപ്പോഴും എനിക്കറിയാം, രോഗ അവസ്ഥ കൂടുന്ന സമയത്ത് അവരുമായിട്ട് പോയി പ്രാർത്ഥിക്കുമ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ പൊന്നും ബ്രദറെ, എനിക്ക് വേദന സഹിക്കാനാകുന്നില്ല, എനിക്ക് വേദന സഹിക്കാനാകുന്നില്ല. ജീവിത പങ്കാളി മരിച്ചിട്ട് 28 വർഷമായി, മകൻ മരിച്ചിട്ട് 18 വർഷമായി. പക്ഷെ ആ വേദനയും വെച്ചുകൊണ്ടാണ് ഈ കാലം അത്രയും പ്രാർത്ഥിക്കുന്നത്. കർത്താവ് പറയാണ്, നിന്റെ ദുഃഖമകറ്റി ആത്മാവിനെ സന്തോഷിപ്പിക്കുവിൻ. ദുഃഖമകറ്റിയാൽ മാത്രമേ ആത്മാവിന് സന്തോഷം കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ. ദുഃഖമകറ്റി ആത്മാവിനെ സന്തോഷിപ്പിക്കുവിൻ, ഹൃദയത്തെ ആശ്വസിപ്പിക്കുവിൻ. എങ്ങനെയാണ് ഹൃദയത്തെ ആശ്വസിപ്പിക്കുന്നത്? ജോബിൻ്റെ പ്രാർത്ഥന നമുക്കറിയാമല്ലോ. ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതിൻ്റെ 70 ഇരട്ടി തരാൻ ദൈവത്തിന് സാധിക്കും. എന്തുകൊണ്ടാണ് നമുക്കത് ലഭിക്കാത്തതെന്നാൽ നമ്മളിപ്പോഴും കഴിഞ്ഞകാല ഭാരങ്ങളും വഹിച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കാത്തതുകൊണ്ട്. ആയതിനാൽ നമ്മൾക്ക് ശക്തമായി മുന്നോട്ട് വരാം. കർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ട് കരുത്തോടെ നമുക്ക് ആ നന്മയിലേക്ക് വരാം. കാരണം ദുഃഖമാണ് സകല നന്മ കെടുത്തുന്നതിൻ്റെയും കാരണം. ദുഃഖമാണ് പലരുടെയും ജീവിതം തകർത്ത് കളഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ടൈമിൽ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടിയില്ലെന്നും പറഞ്ഞ് ദുഃഖിച്ചിരുന്ന് പരീക്ഷ എഴുതുന്ന ഒരു വ്യക്തിക്ക് അടുത്ത ടൈമിലും വിജയിക്കുവാനായിട്ട് സാധിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ദുഃഖമകറ്റി നീ ആത്മാവിനെ ശക്തിപ്പെടുത്തണം. ഇതെല്ലാം തന്നത് ദൈവമാണ്. അതുകൊണ്ട് ഞാൻ ദൈവത്തിൽ പൂർണ്ണമായും എൻ്റെ സങ്കടങ്ങൾ, എൻ്റെ ദുഃഖങ്ങൾ ഞാൻ സമർപ്പിക്കുന്നു. മക്കളെക്കുറിച്ചുള്ള ആദിമൂലം വേദനിച്ചത് കാരണം ഞാൻ ഒരു അപ്പച്ചനുമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ചെന്നപ്പോൾ അപ്പച്ചൻ പറഞ്ഞത്, എൻ്റെ മൂത്ത മകനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു. അന്നാണ് എനിക്ക് ശക്തമായി നെഞ്ചുവേദന വന്നത്, ബ്ലോക്കായത്. അന്നാണ് എന്നെ ഹോസ്പിറ്റലിൽ എടുത്തുകൊണ്ട് പോയതെന്ന്. അപ്പം ചില വേദനകൾ നമ്മൾ മനസ്സിൽ വഹിച്ചുകൊണ്ട് നടക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ രോഗികളായി മാറും. ഉന്മേഷം കെട്ടുപോകും. ഉന്മേഷമുള്ള മനസ്സ് ആരോഗ്യദായകമാണ്. തളർന്ന മനസ്സ് ആരോഗ്യം കെടുത്തിക്കളയും.
നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിനെ ശക്തമായി മുന്നോട്ട് കൊണ്ടുവരണം. കാരണം ഇതെല്ലാം തന്നത് ദൈവമാണ്. എനിക്ക് എല്ലാ സഹനങ്ങൾ നൽകുന്നതും ദൈവമാണ്, നന്മ തരുന്നതും ദൈവമാണ്. സഹനങ്ങൾ തന്നാൽ ദൈവം എന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി. സഹനങ്ങൾ വരുമ്പോൾ നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യം ഇതാണ്: സഹനം വരുമ്പോൾ ദൈവം എന്നെ ദൂരത്ത് നിന്നും ശ്രദ്ധിക്കാൻ തുടങ്ങി. സഹനമുള്ളവർക്ക് മാത്രമേ അനുഗ്രഹം പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പം നമ്മുടെ ജീവിതത്തിൽ വരുന്ന കൊച്ചു കൊച്ചു സഹനങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും എല്ലാം ദൈവം നമ്മളെ നന്മയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി നൽകുന്ന ഒന്നാണെന്ന് വിചാരിച്ചാൽ നമുക്ക് ആ സങ്കടങ്ങളെല്ലാം അതിജീവിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൽ ആശ്രയിക്കാം. കർത്താവിൽ പ്രത്യാശയോടെ നമുക്ക് തിരിച്ചു വരാം. കർത്താവ് തന്നെ വളരെ മനോഹരമായിട്ട് കുരിശിൽ കിടന്നുകൊണ്ട് കാണിച്ചു തരുന്നുണ്ട്: ഈ സഹനമില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും എനിക്ക് ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കുകയില്ല. സഹനം അനുഭവിച്ച് സങ്കടങ്ങൾ ഏറ്റത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഉയർത്തെഴുന്നേൽക്കാൻ സാധിച്ചത്. ആയതിനാൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന സങ്കടങ്ങളും ദുഃഖങ്ങളും സഹനങ്ങളും അത് ഓർത്തിരിക്കലല്ല, അതിനെ അതിജീവിക്കണമെന്ന് കർത്താവ് വളരെ ശക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടച്ചുകൊണ്ട് കർത്താവ് ഇപ്പോൾ നമുക്ക് നൽകിയിരിക്കുന്ന സഹനങ്ങളെ പൂർണ്ണമായും കർത്താവിന് സമർപ്പിക്കാം. ചിലപ്പോൾ രോഗിയായിരിക്കാം, ചിലപ്പോൾ സമാധാനമില്ലാത്ത അവസ്ഥയായിരിക്കാം, ദാരിദ്ര്യമായിരിക്കാം. എന്തു തന്നെയാണെങ്കിലും അതെല്ലാം നമുക്ക് കർത്താവിന് പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട്, കർത്താവെ നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നീ അറിയാതെ ഒരു മുടി പോലും കൊഴിയുന്നില്ല, അഥവാ അത് കൊഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ അങ്ങേക്ക് വലിയൊരു പദ്ധതി ഉണ്ടെന്ന് മനസ്സിലാക്കി നമുക്ക് ഇരുകരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ആരാധിക്കാം. ഹാലലുയ്യ. യേശുവെ മഹത്വം, സ്തോത്രം. പ്രൈസ് ജീസസ്. താങ്ക് ലോർഡ്. ഹാലലുയ്യ. കർത്താവെ ആരാധിക്കുന്നു മഹത്വപ്പെടുത്തുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഹാലലുയ്യ, ഹാലലുയ്യ. സൈന്യങ്ങളുടെ കർത്താവായ ദൈവമേ, ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നവനെ, അവിടുത്തെ നാമം മഹത്വപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവിനെ മഹത്വപ്പെടുത്തി നമുക്ക് ആരാധിച്ച് നമ്മുടെ സങ്കടങ്ങളെല്ലാം പൂർണ്ണമായും അകറ്റുമ്പോൾ നല്ല പ്രസന്നതയുള്ള ഒരു മുഖം നമുക്ക് കർത്താവ് തരും. കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും സന്തോഷവതി. ചിലരെ കാണുമ്പോൾ തന്നെ അറിയാം എന്ത് കിട്ടിയാലും ഒരു സന്തോഷമില്ലാതിരിക്കുന്ന. ചിലരടുത്ത് വരുമ്പോൾ തന്നെ നമുക്കറിയാം എന്തോ വലിയൊരു പ്രയാസമായിട്ടാണ് നടക്കുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് വളരെ വ്യക്തമായും അത് കാണിച്ചു തരും. ചോദിക്കും, എന്താണ് വിഷമം? ഇത്ര നാളായിട്ട് എന്തേ ഇങ്ങനെ സന്തോഷിക്കാൻ സാധിക്കാതിരിക്കുന്നത്? ഇപ്പോൾ പറയും, ജീവിതത്തിൽ ഇന്ന് വരെയും സന്തോഷം അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല. വിവാഹം കഴിച്ചു വന്ന നാൾ മുതൽ ഈ നിമിഷം വരെ എനിക്ക് സന്തോഷിക്കുവാൻ സാധിച്ചിട്ടില്ല. ചിലർ പറയും, ജീവിതം തുടങ്ങിയ സമയം മുതൽ ഞാൻ ദുഃഖത്തിലാണ്, രോഗിയാണ്. പ്രിയ സഹോദരങ്ങളെ, തളർന്ന മനസ്സ് ആർക്കും സുഖപ്പെടുത്താനാകില്ല, ശക്തിപ്പെടുത്താനാകില്ല. ആയതിനാൽ നമ്മളുടെ സകല സങ്കടങ്ങളും കർത്താവിന് ഭരമേൽപ്പിച്ചുകൊണ്ട്, സകല ദുഃഖങ്ങളും കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തോടായിരിക്കാം. ചിലർ വന്ന് പറയാറുണ്ട്, ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടിട്ടില്ല. ഞാൻ നാളുകളായി പ്രാർത്ഥിക്കുന്നു, ഒരേ വിഷയം വെച്ചിട്ട് പ്രാർത്ഥിക്കുന്നു, എൻ്റെ പ്രാർത്ഥന ഇതുവരെയും കേൾക്കുന്നില്ല. പ്രിയ സഹോദരങ്ങളെ, ദുഃഖത്തിൻ്റെ മുകളിൽ ഇരുന്നു കൊണ്ട് എന്ത് ചോദിച്ചാലും നമ്മൾക്കത് കിട്ടുകയില്ല. കാരണം മനസ്സിൻ്റെ തലം അങ്ങനെയാണല്ലോ. ഉപബോധതലം, ബോധതലം, അപബോധതലം, അങ്ങനെ ഈ തലങ്ങളുണ്ട്. നമ്മൾ ദുഃഖിക്കുന്നത്
ബോധതലത്തിൽ നമ്മൾ കാണുന്ന, ദുഃഖിക്കുന്ന, ചെയ്യുന്ന ഈ കാര്യങ്ങൾ നമ്മുടെ ഉപബോധതലത്തിൽ വന്ന് അത് റെക്കോർഡ് ചെയ്യപ്പെട്ട് അപബോധതലത്തിൽ അത് സ്റ്റോർ ചെയ്യപ്പെടും. അങ്ങനെ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് നമുക്ക് പിന്നീട് ഒരിക്കലും ആ നന്മയിലേക്ക് വരുവാനായിട്ട് സാധിക്കുകയില്ല. എത്ര സന്തോഷത്തോടെ ആരെന്ത് പറഞ്ഞാലും നമ്മളുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ സ്റ്റോർ ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ ദുഃഖം നമ്മുടെ മുഖത്ത് പ്രസരിക്കുമെന്നാണ് പറയുന്നത്. ആ ദുഃഖം സന്തോഷമായി മാറണമെങ്കിൽ ഈ അടിത്തട്ടിൽ കിടക്കുന്ന സങ്കടങ്ങളെയും നമ്മളുടെ എല്ലാ വിഷമങ്ങളെയും ആർക്ക് സമർപ്പിക്കണം? കർത്താവിന് സമർപ്പിക്കണം. കർത്താവിന് സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും. അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളെല്ലാം ഈ പ്രപഞ്ചത്തിൽ മാത്രം കിടക്കും, സ്വർഗ സന്നിധിയിലേക്ക് പ്രവേശിക്കുകയില്ല. നമ്മൾ ഇരിക്കുന്നത്, നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ പ്രവർത്തിക്കുന്നത് എല്ലാം ദുഃഖത്തോടെ ആയതിനാൽ. കാരണം വചനം പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ വീണ്ടും ഞാൻ പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. അപ്പോൾ പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ നമ്മൾ അവിടുത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ആരാധിക്കുകയും ചെയ്യണമെങ്കിൽ നമ്മൾ ആ സങ്കടങ്ങളെ പൂർണ്ണമായും എടുത്തു മാറ്റണം. രോഗം സഹിക്കുവാനുള്ള മനസ്സിന് വേണ്ടി പ്രാർത്ഥിക്കണം. ചിലരെ നമുക്കറിയാം, ആശുപത്രിയിൽ കൂട്ടിരിക്കുന്ന, അവരുടെ മുഖം കാണുമ്പോൾ തന്നെ രോഗികൾ പകുതി രോഗത്തിലായിത്തീരും. അപ്പോൾ ശുശ്രൂഷ ചെയ്യുന്നവർ അറിഞ്ഞിരിക്കേണ്ടത്, അവർ ഏത് വേദനയിലാണോ, ഏത് സങ്കടത്തിലാണോ അതിനെ അതിജീവിക്കുവാൻ കൂട്ടിരിക്കുന്ന നമ്മൾ അവരെ സന്തോഷിപ്പിക്കണം. പോട്ടെ, സാരമില്ല, ഇത് കർത്താവ് തന്നതാണ്, ഇത് കർത്താവ് സുഖപ്പെടുത്തും. പോസിറ്റീവ് ഉള്ളവരായി മാറണം, പോസിറ്റീവ് കൊടുക്കുന്നവരായി മാറണം. അപ്പോൾ ആ കർത്താവിൻ്റെ വചനം നമുക്ക് പാലിക്കുവാൻ സാധിക്കും, എപ്പോഴും സന്തോഷിക്കുവാൻ സാധിക്കും. ഏത് സങ്കടങ്ങളിലും നമുക്കറിയാം, ജോബിനെ പരിശോധിച്ചാൽ അറിയാം, ഏത് സങ്കടങ്ങളിലും ഏത് ദുഃഖങ്ങളിലും ജോബ് ദൈവത്തെ പരാതി പറയാതെ ദൈവത്തോട് ചേർന്ന് നിന്ന് ആ മഹത്വം, ആ സന്തോഷത്തോടെ സ്വീകരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും സന്തോഷിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകും. സന്തോഷിക്കാതിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം വന്നു ചേരുവാൻ നമുക്ക് തടസ്സങ്ങൾ വരും. അതുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് അവിടുത്തെ സമീപിക്കാം, നമുക്ക് അവിടുത്തേക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവിടുത്തെ നന്മ നമ്മളിൽ ഇറങ്ങി വരുവാൻ, നമ്മളിലേക്ക് കടന്നു വരുവാൻ നമുക്ക് ആഗ്രഹിക്കാം. യേശു പറയുന്നത്, നീ നാളെയെക്കുറിച്ച് ആകുലപ്പെടേണ്ട, നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളൂ. നമ്മൾ പലപ്പോഴും ആകുലപ്പെടുന്നത് നാളത്തെ ദിനത്തെക്കുറിച്ച് ഓർത്താ. നാളെ എന്ത് ചെയ്യും, എൻ്റെ മക്കൾ എന്ത് ചെയ്യും, ഇങ്ങനെ പോയാൽ ഞാൻ എന്ത് ചെയ്യും. അപ്പോൾ നമ്മുടെ ജീവിതം കർത്താവിന് കൊടുത്തുകൊണ്ട് അതാത് ദിവസത്തെ ക്ലേശങ്ങൾ മതി എന്നാണ് പറയുന്നത്. അതാത് ദിവസത്തെ ക്ലേശങ്ങൾ മതി. എന്തിനാണ് എല്ലാ ക്ലേശങ്ങളും കൂടെ നമ്മൾ വഹിച്ചുകൊണ്ട് കടന്നിട്ട് രോഗിയായി പോകുന്നത്? എന്തിനാണ് നമ്മൾ വിഡ്ഢികളായി മാറുന്നത്? അതുകൊണ്ട് നമുക്ക് കർത്താവിൽ സന്തോഷിക്കാം, കർത്താവിൽ ആനന്ദിക്കാം. ഒരിക്കൽ കൂടെ നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്തി ആരാധിച്ച് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവെ മഹത്വം, സ്തോത്രം, പ്രൈസ് ജീസസ്, താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ. കർത്താവെ സ്തുതിക്കുന്നു, 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 ആരാധിക്കുന്നു, പ്രൈസ് ജീസസ്, താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ കൃപയാൽ, യേശുവിൻ്റെ ശക്തിയാൽ നയിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. എല്ലാ സങ്കടങ്ങളിൽ നിന്നും, രോഗപീഠകളിൽ നിന്നും, ദുഃഖങ്ങളിൽ നിന്നും, ദുരിതങ്ങളിൽ നിന്നും കർത്താവ് ഏറ്റെടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തി ആരാധിക്കാം. ഹല്ലേലൂയ.